നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലടക്കം നേരിട്ട ഞെട്ടിക്കുന്ന തോൽവികൾക്ക് പിന്നാലെ സിപിഎമ്മിനുള്ളിൽ പിണറായി വിജയന്റെയും എം.വി. ഗോവിന്ദന്റെയും കടുംപിടുത്തങ്ങൾക്കെതിരെ പരസ്യ കലാപം. വിഴിഞ്ഞം പോർട്ട് എം.ഡി. സ്ഥാനത്തുനിന്ന് ദിവ്യ എസ്. അയ്യരെ മാറ്റിയ സർക്കാർ തീരുമാനത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ദിവ്യയെ മാറ്റിയ നടപടി അദാനിയെ സഹായിക്കാനാണെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെയും എം.വി. ഗോവിന്ദന്റെയും നിലപാട് തള്ളി മുതിർന്ന നേതാവ് പി.കെ. ശ്രീമതി രംഗത്ത് വന്നു. തരം മാറ്റങ്ങൾ സ്വാഭാവികമാണെന്നും ഇതിൽ അസ്വാഭാവികത കാണേണ്ടതില്ലെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി.കെ. ശ്രീമതി വ്യക്തമാക്കിയത്. മാത്രമല്ല, വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും കെ രാഗേഷിന്റെയും ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജനും രംഗത്തെത്തിയതോടെ സിപിഎമ്മിലെ ആഭ്യന്തര ചേരിപ്പോര് തെരുവിൽ പരസ്യമായിരിക്കുകയാണ്. ദിവ്യ എസ്. അയ്യരെ മാറ്റിയ വിഷയത്തിൽ കെ രാഗേഷിന്റെ പ്രസ്താവനകളിൽ വ്യക്തതയില്ലെന്നാണ് പി.കെ. ശ്രീമതി തുറന്നടിച്ചത്. ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ IAS ഉദ്യോഗസ്ഥരെ മാറ്റാൻ അധികാരമുണ്ട്. ചിലപ്പോൾ മാറ്റിയില്ല എന്നും വരാം. മാറ്റവുമായി ബന്ധപ്പെട്ട് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അതെന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ലെന്ന് പി.കെ. ശ്രീമതി പറഞ്ഞു. ഉദ്യോഗസ്ഥയെ മാറ്റിയതിൽ അസ്വാഭാവികതയില്ലെന്ന് ശ്രീമതി പറഞ്ഞു. കെ രാഗേഷ് വ്യക്തമായി കാര്യം പറയണം, എന്നാലേ എല്ലാവർക്കും ബോധ്യപ്പെടൂ. ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്ന മട്ടിൽ സംസാരിക്കരുത്. ഇന്നിന്ന കാരണങ്ങളാലാണ് എന്ന് രാഗേഷ് വ്യക്തമായി പറയുകയാണ് വേണ്ടതെന്നും പി.കെ. ശ്രീമതി പറഞ്ഞു. വിഴിഞ്ഞത്തിൽ ഇ.പി. ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും പി.കെ. ശ്രീമതി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. ദിവ്യ എസ്. അയ്യരെ മാറ്റിയ നടപടി അസ്വാഭാവികമാണെന്ന് നേരത്തെ കെ ശൈലജയും നിലപാടെടുത്തിരുന്നു. പുതിയ സർക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാകുമെന്നായിരുന്നു കെ ശൈലജയുടെ നിലപാട്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം, പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോകരുതെന്നും കെ ശൈലജ പറഞ്ഞിരുന്നു. ദിവ്യ എസ്. അയ്യരെ വിഴിഞ്ഞം തുറമുഖ എം.ഡി. സ്ഥാനത്തുനിന്ന് നീക്കിയത് അദാനിക്ക് വേണ്ടിയെന്നായിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയത്. ദിവ്യയെ തൽസ്ഥാനത്തുനിന്ന് മാറ്റാൻ അദാനി അധികൃതർ പലതവണ ശ്രമിച്ചതായും കെ രാഗേഷ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ദിവ്യയെ നീക്കിയത് അദാനിയെ സഹായിക്കാൻ എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. CPIM-ൽ വിഷയത്തിൽ ഭിന്ന അഭിപ്രായങ്ങളുള്ളത് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഇത് കേരളത്തിന് ഗുണം ചെയ്യില്ലെന്നുമാണ് കണ്ണൂരിൽ ഇ.പി. ജയരാജൻ പ്രതികരിച്ചത്. വിഴിഞ്ഞം കരാർ മാറ്റത്തിൽ അഴിമതിയുണ്ടെന്ന പാർട്ടി ഔദ്യോഗിക നിലപാടിനെ ഇ.പി. പൂർണ്ണമായും തള്ളി.